ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചൂടായാലും നമുക്ക് ചായ ഇല്ലാണ്ട് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ചായ രാവിലെ തന്നെ കുടിക്കുന്നത്. അങ്ങനെ നന്നായി തന്നെ നമ്മൾ ചായയെല്ലാം ആറ്റിയെടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. കുടിച്ച് വന്നിട്ട് വേണം ഇനി നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചായയെല്ലാം കുടിച്ചിട്ട് വേഗം തന്നെ വന്നു കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റും ബീൻസും അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായി തന്നെ തോല് കളഞ്ഞ് അതിൻ്റെ ബീൻസിൻ്റെ നാരെല്ലാം കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല ചൂടായ കാരണം ഇങ്ങനെ വിയർത്ത് ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്ന കുറച്ച് കാറ്റ് കിട്ടുമല്ലോ വന്നിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരുന്നിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റ് അതുപോലെ കുറച്ച് ഉള്ളി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഉള്ളിലാകുമ്പോൾ നമുക്ക് നിൽക്കണം, അതുപോലെ കാറ്റൊന്നും കൊള്ളില്ലല്ലോ. അപ്പോൾ വെളിയിലാകുമ്പോൾ കുറച്ച് കാറ്റ് വെളിയിലെ കാറ്റിങ്ങനെ കൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് വന്നിരുന്നിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ക്യാരറ്റ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ അക്ഷയയും പൈക്കോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല റൗലി ഉണ്ടാകും നമ്മളോട് ഫുൾ ടൈം, ഇല്ലെങ്കിൽ പൈക്കോ ഉണ്ടാകും കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ അങ്ങനെ നിൽക്കുന്നില്ല, ആരെങ്കിലും ഓരോരാളായിട്ട് ഉണ്ടാകും കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ പൈക്കോണ് ഉണ്ടായിരുന്നിരിക്കുന്നത്. അപ്പോൾ അക്ഷയ എടുത്തിട്ട് വന്നപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ എടുത്താൽ ഒതുങ്ങിയിരിക്കും കേട്ടോ, ഏടാകൂടും ചെയ്യൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആരെടുത്താലും നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. എന്താ പറയുക, മാന്താനോ കടിക്കാനോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. കണ്ടോ, നമ്മുടെ കൊട്ടത്തളത്തിൻ്റെ ഉള്ളിലാണ് ആളുടെ കിടപ്പ് നിപ്പൊക്കെ കേട്ടോ. ചില സമയം എന്താ പറയുക, അവിടെ ആകുമ്പോൾ കുറച്ച് തണുപ്പുണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊക്കെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്ത് കുറച്ച് കടലപ്പരിപ്പില്ല നമ്മൾ ചട്നിക്ക് അരയ്ക്കുന്ന പൊരികടല ചേർത്ത് കൊടുത്ത് കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ്, വലിയ ഉള്ളി, ബീൻസ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ, നല്ലൊരു മയം വരട്ടെ നമ്മുടെ പച്ചക്കറിക്കും ഉള്ളിക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഇപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെന്തതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കല്യാണത്തിനൊക്കെ പോയാൽ കിട്ടുന്ന ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ സേമിയയില്ലേ, അത് ഇങ്ങനത്തെ സേമിയ, നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന സേമിയ, അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച റവയാണ്, അത് 1 ഗ്ലാസ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റവയും അതുപോലെ നമ്മുടെ സേമിയും വെജിറ്റബിൾസും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതിന് സാമ്പാർ അതുപോലെ പഴം എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടാറുള്ളത്. പക്ഷേ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒന്നും ഒഴിച്ച് കഴിക്കാൻ വേണ്ട കേട്ടോ, തന്നെ കഴിക്കാൻ തന്നെ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം കുറവായ കാരണം ഞാൻ പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വെള്ളം ഒഴിച്ചതുകൊണ്ട് നമ്മുടെ ഉപ്മാവിന് ടേസ്റ്റ് കുറവോ അല്ലാണ്ട് വെള്ളം കൂടുതലോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നന്നായി തന്നെ ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവിൻ്റെ റവയൊക്കെ നന്നായി വെന്ത് വരികയും ചെയ്യും, അതുപോലെ വെള്ളമൊക്കെ നന്നായി വെടിച്ച് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കല്യാണത്തിന് കിട്ടുന്ന ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കല്യാണ ദിവസം രാവിലെയൊക്കെ വീടുകളിൽ ഇങ്ങനെയാണ് കേട്ടോ ഉപ്മാവൊക്കെ ഉണ്ടാക്കുക. ഇപ്പം പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ മാറി ഉപ്മാവ്, ഇഡ്ഡലി, അങ്ങനെയുള്ള നൂലപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയി കേട്ടോ. പണ്ട് കാലത്തൊക്കെ എപ്പോഴും നമ്മുടെ കല്യാണത്തിനൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉപ്മാവൊക്കെ നമ്മൾ ചെറിയ തീയിൽ ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ പാല് റെഡിയായപ്പോൾ അത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് കൊണ്ട് പിന്നെ ഞാൻ കാസറോളിലൊന്നും ആക്കാൻ നിന്നില്ല കേട്ടോ. നന്നായി കൂട്ടി വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട സമയത്ത് പാകം പോലെ ചൂടും ഉണ്ടാകും, നമ്മുടെ ഉപ്മാവ് അങ്ങനെ വെറുക്കനായിട്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിന് ശേഷം അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴുകേണ്ട പാത്രമൊക്കെ പുറത്തു കൊണ്ട് വെച്ച് കൊടുത്ത് അതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വേഗം തന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അടിച്ച് അതിന് ശേഷം വേഗം തന്നെ എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും വേഗം തന്നെ ഒന്ന് തുടച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. വേഗം തന്നെ നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ നമ്മളൊന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അതുപോലെ നമ്മുടെ തുടയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുപ്പും തൊട്ടും അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് അധികം പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനില്ല കേട്ടോ. കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉപ്മാവിൻ്റെ റവ വറുത്തതും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ഞാൻ വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. മുസംബി ജ്യൂസാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുസംബി ജ്യൂസ് കശപ്പില്ലാണ്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മുസംബി 4ആയി കീറിയതിന് ശേഷം അതിൻ്റെ കുരു എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ തോലുന്ന് അതിൻ്റെ അല്ലികൾ ഇങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അല്ലിയും പൊളിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമ്മൾ പൾസ് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. അല്ലാണ്ട് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കും പോലെ നല്ലപോലെ അടിച്ചെടുക്കരുത്. പൾസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതും ഒരുപാട് പൾസ് ചെയ്യരുത്. ഒരു 3, 4, 5 പ്രാവശ്യം മാത്രം കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചണ്ടി മാത്രം മാറിയിട്ട് നല്ല ജ്യൂസ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും കേട്ടോ. അത് നന്നായി തന്നെ അരച്ച് കഴിയുമ്പോഴാണ് അത് കശപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ കശക്കാണ്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു ജ്യൂസിനെ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറ് ചെറുതായ കാരണം ഒരുമിച്ചാക്കുമ്പോൾ അത് തെറിച്ച് പുറത്ത് പോകും മറ്റും ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലാക്കിയിട്ടാണ് ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ജ്യൂസ് കൂടെ ഒഴിച്ച് ഒന്നുകൂടെ നന്നായി അടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് വെള്ളം ഒഴിച്ചിട്ട് 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അതാണ് ഈ പറയുന്നത് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അത് കശക്കില്ല. പക്ഷെ നമ്മൾ തൊലിയോടെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുമ്പോൾ അടിക്കരുത് കേട്ടോ. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിന് നല്ല കശപ്പ് വരും കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഒരുക്കമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കേക്കൊക്കെ മുറിച്ച ഒരു സെലിബ്രേഷൻ ഡേ ആണ് നമുക്ക്, വേറൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് 2-നാണ് കേട്ടോ നമ്മുടെ വെഡ്ഡിങ് ഡേ. നമ്മുടെ വീഡിയോ വരുമ്പോൾ മെയ് 4 ആവും കേട്ടോ. ആ ദിവസമായിരിക്കും നമ്മുടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ മെയ് 2-ാം ദിവസം എടുത്തിട്ടുള്ള നമ്മുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അല്ലാണ്ട് പ്രത്യേകിച്ച് സെലിബ്രേഷൻ പറയാൻ വീട്ടിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വേറെ കുക്കിങ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കേക്കൊന്ന് കാണാം അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ
വാങ്ങിയിട്ടുള്ള കേക്ക് വാഞ്ചോ കേക്കാണ് കേട്ടോ. പുറത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ ആ കളറിൽ കൊടുത്തേ ഉള്ളൂ. കേക്ക് വാഞ്ചോ കേക്കാണ് കേട്ടോ. അപ്പോൾ 17 വർഷമായിട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നൊക്കെ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുക്കിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കേക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പായസമൊന്നും പിന്നെ വെക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ വെച്ചാൽ തന്നെ ആരും കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ കേക്ക് മാത്രം ആയിട്ട് അങ്ങനെ ഒതുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കേക്കൊക്കെ തിരിച്ച് കഴിക്കാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെഡ്ഡിങ് ഡേ സെലിബ്രേഷൻ പുറത്താണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പുറത്ത് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ലെങ്ത് ആകുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ ഓരോ പീസ് നമ്മൾ കേക്കെല്ലാം ചെറിയൊരു കുഞ്ഞ പീസൊക്കെ കഴിച്ചു. അതിനുശേഷം കുട്ടികൾക്കുമൊക്കെ നമ്മൾ കേക്ക് കൊടുത്തു. അശ്വിന് വേണ്ട പറയുന്നുണ്ട്, എന്നാലും ഒരു വായി കഴിച്ചോ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഞാൻ കുറേ നാളായിട്ടോ നമ്മൾ വിചാരിക്കുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി വിചാരിച്ച ഒരു കാര്യം എനിക്ക് ഇന്നാണ് കേട്ടോ സാധിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഓരോരോ തിരക്കുകൾ കാരണം എപ്പോഴും ചെയ്യാനേ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ഡേക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട അത്ര വലിയ കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ വെഡ്ഡിങ് ഫോട്ടോ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അവരിത് ഫ്രെയിം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ഏട്ടനും അക്ഷയും കൂടെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ വേറൊരു ഫോട്ടോ കൂടെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ അക്ഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യണമെന്ന്. പക്ഷേ അവൾ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അത് സർപ്രൈസ് ആയിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആ ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഫ്രെയിം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ വെഡ്ഡിങ് ഡേക്ക് തന്നെ സർപ്രൈസായിട്ട് ഫ്രെയിം ചെയ്ത് തരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 17 വർഷം വേണ്ടി വന്നു നമ്മുടെ കല്യാണ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഓണത്തിനല്ല വിഷുവിന് ഞങ്ങൾ രണ്ടാളും കൂടെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടികൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിനി പറയാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ ഉച്ചയ്ക്ക് 12:15 വരാം കേട്ടോ.